ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മിനി AC ആണ് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു എയർ ജെറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യണതും കിട്ടും, നമുക്ക് 24 വോൾട്ടിൽ വർക്ക് ചെയ്യണതും കിട്ടും. അപ്പോൾ ഇതേപോലത്തെ സാധനമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂളിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഹീറ്റ് സിങ്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതേപോലത്തെ ഒരു ഹീറ്റ് സിങ്ക്, വെള്ളം നമുക്ക് ഇതേപോലെ പൈപ്പ് കൂടെ കടത്തി വിട്ടിട്ട് ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹീറ്റ് സിങ്ക് വരുന്നത്. അപ്പോൾ ഓൺലൈനിലും ഇതിലൊക്കെ മേടിക്കാൻ കിട്ടും, നമ്മളവിടെ കടകളിലും കിട്ടും ഈ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരെണ്ണം. പിന്നെ അതേപോലെ നമുക്ക് വേണ്ടത് 2 പെൽറ്റിയറാണ്, പെൽറ്റിയർ മൊഡ്യൂളാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ 2 പെൽറ്റിയർ മൊഡ്യൂളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു 4 വോൾട്ട് ബാറ്ററിയാണ് ഇത് നമുക്ക് 5 വോൾട്ടിൻ്റെ ആയാലും കുഴപ്പമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 5 വോൾട്ടിൻ്റെയാണ് ഈ വാട്ടർ പമ്പ് വരുന്നത്. ഈ വാട്ടർ പമ്പ് വർക്ക് ചെയ്യാൻ മാത്രമാണ് ഈ ബാറ്ററി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ തൽക്കാലം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റെഗുലേറ്ററൈസ് വെച്ചിട്ട് 5 വോൾട്ട് ആക്കാം. താൽക്കാലികമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വാട്ടർ പമ്പ് ചെക്ക് ചെയ്ത് വർക്കിംഗ് കറക്റ്റ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ബാറ്ററി ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ ഈ അലുമിനിയത്തിൻ്റെ മീത് ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു എല്ലാംഗിളും കൂടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ളൊരു 4 സ്ക്രൂ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തോളയും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ തന്നെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ 4 സ്ക്രൂ. പിന്നെ നമുക്ക് അതിൻ്റെ കൂളിംഗ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു തെർമോസ്റ്റാറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ മാത്രമല്ല, നമുക്കിത് കട്ട് ഓഫ് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള സെറ്റപ്പ്. പിന്നെ കുറച്ച് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്ന സിറിഞ്ചിൽ വരുന്ന ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ സെറ്റിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ ഓൾ അടിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വാട്ടർ ട്യൂബ് കൂടി വേണം. അതിൻ്റെ കാര്യം നമ്മൾ പറയാൻ മറന്നു, നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം ഓരോന്നായിട്ട്. നമ്മൾ ഈ ഹീറ്റ് സിങ്ക് നമ്മൾ ഇതിലാണ് ഉറപ്പിക്കുന്നത്. അതിന് വേണ്ടി ഹോളൊക്കെ നമ്മൾ ആദ്യമേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഹോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് സിങ്ക് നമ്മൾ ഇതിന് മീതിയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഹീറ്റ് സിങ്ക് നമുക്ക് ഉറപ്പിച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ ഹീറ്റ് സിങ്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സെൽഫ് സ്കോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെൽഫ് സ്കോർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ തോളയും തുളച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇതിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാണ്. കറക്റ്റ് ഹോൾ ഇതിൻ്റെ അടിയിൽ അതേപോലെ അടിച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഈ ബോഡിയുടെ മേക്ക് ഇതിൻ്റെ ഫാനിൻ്റെ മീതിക്ക് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. വണ്ടികളിലൊക്കെ പറഞ്ഞ പോലത്തെ അതേപോലെ തന്നെയാണ്, വണ്ടിയുടെ ക്യാബിൻ്റെ മീതൊക്കെ പറഞ്ഞ പോലത്തെ സാധനം തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിതിന് മീതെ സെറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഇത് സെറ്റ് ചെയ്യാൻ വണ്ടികൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടുകാലമൊക്കെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാം. നമ്മൾ എയർടൈറ്റുള്ള റൂമൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അത്യാവശ്യത്തിനുള്ള സെറ്റപ്പുള്ള കാര്യങ്ങളൊക്കെ നടക്കും, കൂളിങ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമുക്കിത് സ്ക്രൂ ചെയ്യാം. ഇതിൽ സ്ക്രൂ വയർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഹീറ്റ് സിങ്ക് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് സിങ്കിൻ്റെ ഈ ബാക്ക് വശം നമ്മൾ ഇതിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഈ കട്ടിങ് വരുന്ന ഭാഗം, ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം പുറത്തേക്കാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ പെൽറ്റിയർ മൊഡ്യൂൾ പിടിപ്പിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ ഈ എഴുത്തുള്ള ഭാഗമാണ് കൂളാവുന്ന ഭാഗം. ഈ എഴുത്തുള്ള ഭാഗമാണ് കൂളാവുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾ ഇതിന് മീതിക്കായിട്ട് ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാത്. അപ്പോൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇട്ടതിൻ്റെ ശേഷം നോക്കാം. അപ്പോൾ ഇതേപോലത്തെയാണ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ല ക്ലിയറായിട്ട് തന്നെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ തേച്ചിട്ട് ഇതിൻ്റെ മീത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ആ കൂളാവണ ഭാഗത്ത് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇത് തേക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഹീറ്റ് സിങ്കിൻ്റെ മീത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് നിരക്കി കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും കറക്റ്റാവും. അത് ഇതേപോലെ ഒന്ന് നനയ്ക്കിയാൽ മതി, സെറ്റായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറമശത്താണ് നമ്മൾ തേക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് ചൂടാവണ ഭാഗം. അപ്പോൾ ഈ ചൂടാവണ ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നമ്മൾ വെച്ച് തേക്കുന്നുണ്ട് ക്ലിയറായിട്ട്. ഇവിടെ എത്രത്തോളം കൂളാക്കാൻ പറ്റുമോ അത്രത്തോളം ഇവിടെ കൂളായി കഴിഞ്ഞാലാണ് അപ്പുറത്തെ സൈഡ് നല്ല പോലെ ഐസ് പോലെ കൂളാവും. അല്ലാതെ നമ്മൾ വെറുതെ ഒരു പെൽറ്റിയർ മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെൽറ്റിയർ മൊഡ്യൂൾ അടിച്ചു പോകാമെന്നല്ലാണ്ട് യാതൊരു കാര്യങ്ങളും നമുക്ക് നടക്കില്ല. അപ്പോൾ അത് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് പിടിപ്പിക്കുന്നത്. ഈ പമ്പിൻ്റെ ഇതിലാണ് വെക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പമ്പ് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ പിടിപ്പിക്കാം. ഇത് പിടിപ്പിക്കുന്നത് ഇതേപോലെ ഈ ആംഗിൾ ഇതിൻ്റെ മീതെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ സെറ്റാക്കിയിട്ട് നോക്കാം.
അപ്പോൾ നമ്മളെ LTR നമ്മൾ അടിപൊളിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാ പ്ലസും മൈനസും വയറുകൾ ഒരെണ്ണത്തിൻ്റെ പ്ലസും മൈനസും വയർ ഇതാ. അപ്പോൾ അതിൻ്റെ 2 മൈനസും കൂടിയിട്ട് നമ്മൾ കൂട്ടിപ്പിടിക്കുക. അതുപോലെ 2 പ്ലസും തമ്മിൽ നമ്മൾ കൂട്ടിപ്പിടിക്കുക, രണ്ടും കൂടിയിട്ട് ഒരുമിച്ചാക്കുക കണക്ഷൻ. അപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ കണക്ഷനുകൾ, അധികം കണക്ഷനുകളൊന്നുമില്ല. ഈ 2 കണക്ഷൻ മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. പിന്നെ നമ്മളെ ഫാനിൻ്റെ കണക്ഷനാണ്, അത് പ്ലസും മൈനസും ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കുക. അതിലേക്ക് തന്നെ കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുക. പിന്നെ നമുക്കിനി പിടിപ്പിക്കാനുള്ള ഈ പമ്പാണ്. പിന്നെ അതേപോലെ വെള്ളം നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. വെള്ളം നമ്മളിവിടെ കൊടുന്ന് വെച്ച് കൊടുക്കണം, അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഫ്രണ്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ. വെള്ളം നമ്മൾ അപ്പുറത്ത് വെച്ചു, അതിനുശേഷം നമ്മളിത് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ട്യൂബുകൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ട്യൂബുകൾ നമുക്ക് കണക്ട് ചെയ്യാം, വെള്ളം ഇന്നും ഔട്ടും നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണക്ട് ചെയ്തിട്ട് നമുക്കിത് കണക്ഷൻ കൊടുത്ത് നമുക്കിത് വർക്കിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ട്യൂബ് കണക്ട് ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഒരുവിധം കണക്ഷനുകളൊക്കെ കഴിഞ്ഞു. നമ്മൾ ചെയ്തിട്ടുള്ളത് പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ 2 കണക്ഷൻ നമ്മൾ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. നീല വയർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്ലസ് മൈനസിലേക്ക് തന്നെയാണ്. ഇതിൻ്റെ പ്ലസ് ഈ വരയില്ലാത്തതാണ്, ഈ ഫാനിൻ്റെ ഈ വരകൾ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഈ പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ പോസിറ്റീവിലേക്ക് തന്നെ കൊടുത്തു. അതേപോലെ തന്നെ നെഗറ്റീവും നമ്മൾ അതിലേക്ക് തന്നെ കൊടുത്തു. പമ്പിൻ്റെ കണക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിൻ്റെ കണക്ഷൻ നമ്മൾ ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. അത് 2 വയർ ഇതിലേക്ക് ഈ കൂളറിലേക്ക് കയറാത്ത കാരണം, ട്യൂബ് കയറാത്ത കാരണം നമ്മൾ വേറെ ട്യൂബാണ്, നീല ട്യൂബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ വെള്ളം വലിക്കാതെ നമ്മൾ സാധാ ആദ്യം കണ്ട ആ ട്യൂബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ഈ ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുക്കണേ സെപ്പറേറ്റ്. അപ്പോൾ നമുക്കിത് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 വയർ കൊടുക്കണത് നമ്മൾ ഇതിലേക്കാണ്, തെർമോസ്റ്റാറ്റിലേക്ക് നമ്മൾ കൂളാവുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കണക്ഷൻ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള കണക്ഷനുകൾ കൊടുക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ സെൻസറിലേക്കുള്ള കണക്ഷൻ കൊടുക്കുക. അതേപോലെ ഈ മോട്ടറിൻ്റെ ഇതും കുത്തി കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിൽ വന്നിട്ട് വീഴും കറക്റ്റായിട്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29.6 നമ്മളിപ്പോൾ ആ വെള്ളം അതിൽ വന്നിട്ട് കറക്റ്റായിട്ട് ചാറുന്നുണ്ട് ഈ പമ്പ് വഴി കറക്റ്റായിട്ട്. നമുക്കിനി ഇത് കൂളാകൊണ്ടോ നോക്കി വെക്കാം. അടുത്ത പരിപാടി അതാണ്, കൂളിംഗാണ് നമുക്ക് നോക്കാറുള്ളത്. അപ്പോൾ ആ കൂളിംഗ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 30.5 ഇപ്പോൾ പുറമത്തെ ടെമ്പറേച്ചർ കാണിക്കണേ. അപ്പോൾ നമുക്കിത് എന്തോരം കൂളാവുണ്ടെന്ന് നോക്കി കേൾക്കാം. നമുക്ക് സെൻസർ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നോക്കി കേൾക്കാം കൂളിങ്ങിൻ്റെ സെറ്റപ്പ് എന്തോരം വരുന്നുണ്ടെന്ന്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുത്ത കാറ്റ് വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ തണുത്ത കാറ്റ് വരുന്നുണ്ട്. 29 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടെമ്പറേച്ചർ, നല്ല പോലെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സെൻസർ കറക്റ്റായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നു. നല്ല പോലെ കൂളിങ് വന്നു തുടങ്ങിയപ്പോൾ 29.8 ആയിട്ടുണ്ട്. കൂളിങ് നല്ല പോലെ കൂളാവുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ കൂളായിട്ട് വരുന്നുണ്ട്. അതുപോലെ വെള്ളം കറക്റ്റായിട്ട് അതിലേക്ക് പമ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാന്നുള്ളൊരു രീതിയിലുള്ള കണക്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 12 വോൾട്ട് പെൽറ്റിയാറും ഫാനും ഒരൊറ്റ കണക്ഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാട്ടർ പമ്പ് മാത്രം നമ്മൾ ഈ 4 വോൾട്ട് ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 4 വോൾട്ട് ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധനം അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കിംഗ് ചെയ്യുന്നുണ്ട്. AC-യുടെ അതേ കൂളിംഗ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ പരീക്ഷണം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വിജയിച്ചിട്ടുണ്ട്. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ട് സാധനം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത് അത്രയും ഇതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിയ അടച്ചുറപ്പുള്ള റൂമൊന്നുമല്ല, സീലിംഗ് അടിച്ചിട്ടുള്ള റൂമൊന്നുമല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കവറിങ്ങാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടുന്നത്. ഇപ്പോൾ 24.7 ആയിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ്സിങ്ങിൻ്റെ മീതെ ഈർപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്, ഇത് വെള്ളത്തിൻ്റെ ഈർപ്പം വന്നിട്ടുണ്ട്.
കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വെള്ളത്തിൻ്റെ ഈർപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് ഹീറ്റ് സിങ്കിൻ്റെ മീതെ. പിന്നെ വാട്ടർ പമ്പ് അതേപോലെ തന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ സെൻസർ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ കണക്ഷൻ കൊടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ടൊരു AC ചെറിയ റൂമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തണുക്കാവുന്ന ഒരു സെറ്റപ്പിൽ ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഓക്കെ, താങ്ക് യു.